Hey guys, welcome back to our യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഖലീഫയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. അങ്ങനെ അവസാനം ഈ മാസത്തെ ബിഗ്ഗസ്റ്റ് ഓണം റിലീസ് ഖലീഫയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ടോക്സിക് അത് പാൻ ഇന്ത്യൻ പടം അത് ഇട്ടേക്ക്. നമുക്ക് മലയാളത്തിൽ നിന്ന് ഏറ്റവും വലിയ റിലീസ് ഖലീഫയാണ് ഗൈസ്. ഖലീഫയും ബത്ലഹേമും കുടുംബ യൂണിറ്റാണ് ക്ലാഷ് റിലീസ്. സോ ഈ തവണ ഓണം പൃഥ്വിരാജ് തൂക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. സോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മാളവിക ശർമ്മ പുള്ളിക്കാരിയുടെ പേര് എങ്ങനെയാണെന്ന് തോന്നുന്നു നായികയായിട്ട് വരുന്നത്. കിടിലൊരു പാട്ടുണ്ടായിരുന്നു ഈ സസലയുടെ. അതിൻ്റെ ജൂക്ക് ബോക്സ് ഫുൾ ഇറക്കിയായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് കിടിലം കുറച്ച് 2-3 പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭ്രാന്തായാലും അത് ആക്ച്വലി ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒരുമാതിരി തോന്നുന്നു, പക്ഷെ ആ പാട്ട് ആക്ച്വലി നൈസാണ്. പിന്നെ ഇറങ്ങിയ പാട്ട് അസലായവളുടെ സെക്കൻഡ് വെർഷൻ ഹനാൻഷ പാടിയത്, അതും കിടിലായിരുന്നു. അതിൻ്റെ അകത്ത് ഫീമെയിൽ വോയിസും ഉണ്ട്. ഫീമെയിൽ വോയിസ് ഭയങ്കര കിടിലം സംഭവമായിരുന്നു. ആൻഡ് അതിനുശേഷം പിന്നെയുള്ള പാട്ട് മാത്തറ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതും അടിപൊളി ഒരു പക്ക മുസ്ലിം കല്യാണ കിടിലൻ സാധനമായിരുന്നു. അത് പാട്ടൊക്കെ കൊള്ളാൻ ജിക്സ് ബിജോയുടെ കിടിലൻ കാലം. ബട്ട് എനിക്ക് പാട്ടിനൊക്കെ ഇതിൻ്റെ അകത്ത് BGMs ആയിരിക്കും കുറച്ചും കൂടെ കിടിലായിട്ട് വരുന്നതാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് ചെയ്യുന്നത് ജെയ്ക്സ് ബിജയ് ആയതുകൊണ്ട്. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. പൃഥ്വിരാജ് സുകുമാരൻ മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന അമീർ അലി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് വരുന്ന ഖലീഫ. ആൻഡ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വൈശാഖാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ദ മൈറ്റി എൽ മോഹൻലാലിൻ്റെ ഒരു ക്യാമിയോയും കൂടെ ഉണ്ട്. ക്യാമിയോ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ പടത്തിൻ്റെ ഒരു പ്രോമിനൻറ്റ് റോളാണെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. എങ്കിലും നമ്മൾ കാണത്തില്ല, കാരണം ഇത് പാർട്ട് 1. ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. ആൻഡ് അടുത്തൊരു സെക്കൻഡ് പാർട്ട്, ഈ ഖലീഫ ഹിറ്റായാൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ പുള്ളിയുടെ ഒരു കാര്യം അമ്പ്രക്കൽ, പുള്ളിയുടെ പേര് ഞാൻ മറന്നു കേസ്, അത് കിള്ളൻ പേരാണ്. ആൻഡ് എന്തായാലും നമ്മൾ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഖലീഫയുടെ, അത് ഞാൻ പിന്നെ ചെയ്തേക്കാം. സോ നമുക്ക് നേരെ ട്രെയിലറിലേക്ക് പോവാം. ഞാൻ ഒന്ന് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് റെക്കോർഡ്. കേസ് എടുത്ത് ഖലീഫ ട്രെയിലർ. പൃഥ്വിരാജ് സുകുമാരൻ വൈശാഖ്. ജിനുവി എബ്രഹാമാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. COFEPOSA Act, the Conservation of Foreign Exchange and Prevention of Smuggling Activities Act. Innovation. അതാ ഇപ്പൊ നല്ല കഥ. ഗോൾഡ് കടത്തൽ. ഇയാൾക്കൊരു ലെഗസി ഉണ്ട്, അത്ര വേഗം മറക്കാൻ കഴിയാത്തൊരു ലെഗസി. കൊഫേപോസോ എടാ നമ്മളപ്പം ശ്രദ്ധിക്കും പറഞ്ഞ അനൗൺസ്മെന്റ് ടീച്ചറിൽ കണ്ട ലുക്ക് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടല്ലേ. പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ. ഫൈറ്റ് കിടിലും കേട്ടോ. സീൻ സാധനം. I'm a king, I'm a roar. പുള്ളി എനിക്ക് ഇവിടെ കിട്ടണം. എന്റെ കണ്ണു ഷമ്മി തിലകൻ. പൊട്ടിച്ച പൊന്നുമായിട്ട് വരുന്ന നായ്ക്കളെ എന്റർടൈൻ ചെയ്ത് പുള്ളി കിടിൽ ലുക്ക് വേണമായി. സത്യം പറഞ്ഞാൽ പുള്ളിയെ കാണാൻ, പുള്ളിയൊരു മെയിൻ ക്യാരക്ടറൊക്കെ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവം കഴിഞ്ഞു. പുള്ളി ഇപ്പോഴും ഈ നെഗറ്റീവ് റോൾസൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. നമുക്കിടയിൽ ഉണ്ടായിരുന്ന തോന്നുന്നു. ഈ ഷൂട്ട് നമ്മൾ മറ്റേ അനൗൺസ്മെന്റ് വീഡിയോ കണ്ടല്ലേ. ആലി എന്താ ഉള്ളില് പൊട്ടിക്കാൻ പോവാ. ഒരിടത്ത് കടത്ത് ഞാൻ പൊട്ടിക്കും. ചോരയ്ക്ക് ഒരു ഒന്നാന്തരം സ്മഗ്ലറിന്റെ സകല ഗുണങ്ങളും ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതിന് വെറുതെ വളമിട്ട് കൊടുക്കരുന്ന് എന്റെ തന്തയോട് പോയി പറയണം. നീ എവിടെ എത്തിപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവിടെയാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. മ്യൂസിക് ജെയ്ക്സ് ബിജോയ്.
ഓ റിട്ടൺ ബൈ ജിനൂവി എബ്രാം. ഓ അതിനുള്ളിൽ നിങ്ങൾ ഇന്നലെ പൊട്ടിച്ച എന്റെ പൊന്നൊരു പണവിട കുറയാതെ അവരുടെ കൈ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഈടെ അടുത്തത് പൊട്ടും. ഓ ഇത് സീൻ. ഭീഷണിയൊന്നുമല്ല സാറേ. ഉമ്മാണ് ഞാൻ ചെയ്യും. ഓ ഡയലോഗടാ. ഖലീഫ എന്താ പാർട്ട് 1 അതാക്കി കേസ് അവര്. വൈശാഖ് ഫിലിം. മൈറ്റിയിൽ ലാലേട്ടൻ കില്ലൻ ലുക്കായിരിക്കും കേസ്. പ്രസന്റ് ചെയ്യുന്ന രീതി. ഓഗസ്റ്റ് 20 റിലീസ് ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് വരെ അവർ ഓണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് അങ്ങനെ ഒഫീഷ്യലി ഓഗസ്റ്റ് 20 റിലീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. സത്യം പറഞ്ഞാൽ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ഷൻ സീൻസൊക്കെ ഭയങ്കര കിഡിലായിരിക്കും. അതിൻ്റെ അകത്ത് ആക്ഷൻ സീൻസ് മാത്രമല്ല നല്ലൊരു സ്റ്റോറിയും ഉണ്ടെന്ന് ട്രെയിലർ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. ബി ജി എംസ് ഒക്കെ കിഡിലായിട്ടുണ്ട്. അതായത് വർക്ക് ട്രെയിലറിന് വേണ്ടിയുള്ള ബി ജി എംസ് കൊള്ളാം. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഇവർ നമ്മളോട് കാണിച്ച അനൗൺസ്മെൻറ്റ് ടീസറിലുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ ഒരു ഫൈറ്റും ആ കാറ് ഇരുന്ന് അലറുന്നതും പിന്നെ ലണ്ടൻ പോലത്തെ സ്ഥലങ്ങളിൽ കുറേ അടിക്കുന്നത് എനിക്ക് തോന്നുന്നു അതൊക്കെ അന്നേ ഷോട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. പുള്ളി പിന്നെ ഇതിന് വേണ്ടി കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിന് ശേഷം ബാക്കി ഷോട്ട്സൊക്കെ എടുത്തിട്ടുള്ള യങ് വെർഷനൊക്കെ എടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അറിയത്തില്ല guys. പക്ഷെ കിഡിലായിട്ട് കുറേ ആക്ഷൻ സീൻസും എല്ലാം കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. സോ വൈശാഖ് ബ്രോ ഈ ബിലീവ് ഇൻ യു ഇതെങ്കിലും കറക്റ്റ് ആക്കണം. കാരണം ടെർബോ എന്ന് പറഞ്ഞ പടം ഓൾറെഡി അത് ആക്ച്വലി ഒരു നല്ല പടമാണ് ഗൈസ്. ബട്ട് എന്തുകൊണ്ട് അത് ഫെയിൽ ആയെന്ന് വെച്ചാൽ അതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക്കിൻ്റെ ഒരു ഫെയിലിയർ അതിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് ഒരു ഇത്തിരി അലമ്പായിരുന്നു. ടെർബോ കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റുമായിരുന്നൊരു പടമായിരുന്നു. ടെർബോയിൽ ഫെയിലിയർ വാസ് ദ മ്യൂസിക്. അത് ജെയ്ക്സ് ബിജോയൊക്കെ ആയിരുന്നെങ്കിൽ തീ കത്തിച്ചേനെ. മറ്റേ പുള്ളി ആകെ എനിക്ക് തോന്നുന്നത് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ എവിടാ നമ്മുടെ ഒരു ഒരു കാർ ചേസില്ലേ, കാർ ചേസി ഒരു ബി ജി എം ഉണ്ട് വണ്ടിയുടെ ഇതെന്ന് പറഞ്ഞാൽ അത് കിട്ടുക സാധനമായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം വെച്ച് അതിനകത്തൊരു ബസ് ഫൈറ്റിൻ്റെ അകത്തൊക്കെ വെച്ചപ്പോൾ വരുമ്പോൾ ഒരു ബി ജി എം ഭയങ്കര ഇല്ലായ്മ തോന്നി. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഭയങ്കരമായിട്ടൊരു പടത്തെ എലവേറ്റ് ചെയ്യും. അത് നമുക്കറിയാം ഡി സിയിലൊക്കെ എന്തോ അനിരുദ്ധൊക്കെ ചെയ്ത് ചെയ്യും. സോ അതിൽ നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ഒരു മ്യൂസിക് ഒരു ആവറേജ് പടത്തെ അപ്ലിഫ്റ്റ് ചെയ്ത് ഒരു എബോവ് ആവറേജ് ആക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ് ഈ മ്യൂസിക് എന്ന് പറഞ്ഞത്. അത് സിനിമയിൽ എന്തോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഡി സി എന്ന് പറഞ്ഞ പടം കാണുമ്പം നമുക്ക് മനസ്സിലാവും. എൻ്റെ അതുപോലത്തെ തന്നെ പറയേണ്ടതാണ് ഈ ഖലീഫയുടെ മ്യൂസിക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ജെയ്ക്സ് ബിജോയ്. സോ വെയിറ്റിംഗ് ആണ്. ആൻഡ് ജിനൂവി എബ്രാമാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് തുടക്കത്തിൽ കണ്ടത് ജിനൂവി എബ്രാം ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവർ ആദ്യം ഇത് ഖലീഫ എന്ന് പറഞ്ഞൊരു ഇതേ ഉള്ളായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ ഇറക്കിയപ്പോൾ ഖലീഫ പാർട്ട് 1 എന്നാക്കിയിട്ടുണ്ട് ഗെയ്സ്. വെയിറ്റിംഗ്. എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ക്യാരക്ടർ ഇതിലോട്ടൊന്നും താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ അതിലേക്ക് പോകുന്നതായിരിക്കാം. വെയിറ്റ് ആൻഡ് വാച്ച്. ലെറ്റ്സ് സീ. സോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് ബൈ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ഡ്രോപ്പ് എ ലൈക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.